ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംഘം പീരീഡിലുള്ള ലിറ്ററേച്ചറാണ്. തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കൃതികളാണ് സംഘം ലിറ്ററേച്ചർ. ആൻഷ്യൻ തമിഴകത്തിൻ്റെ ഏർലി ഹിസ്റ്ററി പഠിക്കാൻ വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു സോഴ്സ് കൂടിയാണ് സംഘം ലിറ്ററേച്ചർ. ആ ഒരു സമയത്തുണ്ടായിരുന്ന സോഷ്യൽ ലൈഫ്, പൊളിറ്റിക്കൽ ഫോംസ്, എക്കണോമിക് ലൈഫ്, റിലീജിയൻസ്, ഫിലോസഫി ഒക്കെ ഈ ഒരു ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും. പൊതുവെ സംഘ കാലഘട്ടം എന്ന് പറയുന്നത് 300 BC to 300 AD ആണ്. ഇതിലുള്ള മോസ്റ്റ് ഓഫ് ദ വർക്ക്സ് എഴുതിയിട്ടുള്ളത് 100-ൻ്റെയും 250 CEൻ്റെയും ഇടയിലാണ്. സംഘം എന്ന പദത്തിൻ്റെ ലിറ്ററൽ മീനിങ് അസോസിയേഷൻ എന്നാണ്. സംഘകൃതികൾ എഴുതുന്ന സമയത്ത് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 3 പ്രധാനപ്പെട്ട തമിഴ് കിങ്ഡംസ് ആയിരുന്നു ചേരാസ്, ചോളാസ് ആൻഡ് പാണ്ഡ്യാസ്. സംഘകൃതികൾ എഴുതിയിട്ടുള്ള പോയറ്റ്സ് പല ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ആളുകളായിരുന്നു. ഇവരൊരു സ്പെസിഫിക് കാസ്റ്റ് എന്നൊന്നും ഇല്ലായിരുന്നു. ഫാമേഴ്സ് ആയിട്ടുള്ളവർ എഴുതിയിട്ടുണ്ട്, റോയൽ ഫാമിലീസിലെ മെമ്പേഴ്സ്, ബിസിനസ് പീപ്പിൾ, അങ്ങനെ പല സൊസൈറ്റിയുടെ സ്ട്രാറ്റയിൽ നിന്നുള്ള ആളുകളും സംഘം ലിറ്ററേച്ചറിൻ്റെ പോയറ്റ്സിലുണ്ട്. ഈ ഒരു കൃതികൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നോർത്ത് ഇന്ത്യ ആയിട്ട് മിങ്കിൾ ചെയ്തതിന് ശേഷമുള്ള കൃതികളാണ് മിക്കതും. കാരണം നോർത്ത് ഇന്ത്യൻ ലെജൻസിലും മിത്തോളജിയിലൊക്കെ വരുന്ന ദൈവങ്ങൾ, അതുപോലെ സ്റ്റോറീസൊക്കെ നമുക്ക് സംഘം ലിറ്ററേച്ചറിലും കാണാൻ സാധിക്കും. സംഘകൃതികളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് പോയറ്റിക് ലാൻഡ്സ്കേപ്സ്. 5 പൂക്കളുടെ പേരാണ് 5 ലാൻഡ്സ്കേപ്പിനും കൊടുത്തിട്ടുള്ളത്. കുറിഞ്ഞി എന്നത് നമുക്കറിയാം നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി എവിടെയാണ് ഉണ്ടാവുക? മൗണ്ടെയ്ൻസ്, മലയായിട്ടുള്ള സ്ഥലത്താണ് ഉണ്ടാവുക. അപ്പോൾ കുറിഞ്ഞി എന്നത് പറയുന്നത് മൗണ്ടെയ്ൻ റീജിയനാണ്. മറ്റൊന്ന് മുല്ലപ്പൂവ്. മുല്ലൈ എന്ന് പറയുന്നത് പാസ്ചറൽ ഫോറസ്റ്റ്, അതായത് ഗ്രാസ് ലാൻഡ് ആയിട്ടുള്ള സ്ഥലം. മരുതം എന്ന് പറയുന്നത് അല്ലൂവിയൽ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ലാൻഡാണ്. മരുതം എന്ന് പറയുന്നത് ഒരു ട്രീയിൽ ഉണ്ടാകുന്നൊരു ഫ്ലവറാണ്. നെയ്തൽ എന്നാൽ വാട്ടർ ലില്ലിയാണ്. വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്ക് ഓർത്ത് വെക്കാൻ സുഖമാണ്. കോസ്റ്റൽ റീജിയൻസ് ആണ്. ലാസ്റ്റ് ഉള്ളത് പാലൈ. പാലൈ എന്ന് പറയുന്നത് മറ്റൊരു ഫ്ലവറാണ്. ഇത് ഡ്രൈ ആയിട്ടുള്ള ഡെസേർട്ട് അല്ലെങ്കിൽ അരിഡ് റീജിയൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ 5 റീജിയൻസിനും നമ്മൾ പറഞ്ഞു ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അതുപോലെ ഓരോ റീജിയൻസിനും അതുമായിട്ട് ബന്ധപ്പെട്ട ദൈവങ്ങൾ, ലാൻഡ്സ്കേപ്പ്, ടൈം, സീസണ്, ആനിമൽ, ക്രോപ്പ് അല്ലെങ്കിൽ പ്ലാന്റ്, വാട്ടർ, ഓക്യുപ്പേഷൻ, സോയിൽ തുടങ്ങി പല കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 5 തിണേഴ്സിനും ഓരോ മൂഡുകളുണ്ട്. അതായത് നമ്മൾ ഈ കവിതയിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു ഓർഡറിലാണ് ലവ് സ്റ്റോറിയുടെ പ്രോഗ്രഷൻ ഉണ്ടാവുക. അപ്പോൾ കുറിഞ്ഞി റീജിയണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എലോപ്മെൻ്റാണ്. അതായത് ലവേഴ്സ് 2 പേരും കൂടി ഒളിച്ചോടുന്നതാണ് കുറിഞ്ഞിയുടെ മൂഡ്. നെക്സ്റ്റ് തിണയാണ് മുല്ലൈ. മുല്ലയിലുള്ള പോയറ്റിക് മൂഡ് എന്ന് പറയുന്നത് 2 പേരും സെപ്പറേറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. മുല്ലൈ കഴിഞ്ഞിട്ട് വരുന്നതാണ് മരുതം. മരുതത്തിൽ ഇവർ തമ്മിൽ ഡിസഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോറൽസ്, അങ്ങനെ അടിപിടികളാണ് വരുന്നത്. ഒന്നെങ്കിൽ ഹസ്ബൻഡിനെ മറ്റാരെങ്കിലും മീറ്റ് ചെയ്യുന്നതായിട്ട് അക്യൂസ് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു കോറലാണ് മരുതത്തിൻ്റെ മൂഡ്. നെക്സ്റ്റ് സ്റ്റേജ് നെയ്തൽ. നെയ്തലിൽ ഈ ഒരു സെപ്പറേഷൻ എന്താവുകയാണ്, കുറച്ചുകൂടി ലെങ്തി ആവുകയാണ്. ഇനി ലാസ്റ്റ് മൂഡാണ് പാലൈ. പാലയിൽ പറയുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഹീറോയുടെ ജേണിയാണ്. ഈ ഒരു ഓർഡർ ഓർത്ത് വെക്കാൻ നല്ല സുഖമാണ്. കുറിഞ്ഞി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. ആൽഫബറ്റിക് ഓർഡറിൽ നോക്കിയാൽ KLMNOP എന്നല്ലേ, KMNP. ഈ ഒരു ഓർഡറിലാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. മുല്ലയും മരുതവും മാത്രം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു പോയറ്റ് ഒരു ലവ് സ്റ്റോറി, ഒരു ലവ് പോയം എഴുതുവാണെങ്കിൽ അതിൻ്റെ ഒരു ഓർഡർ ഈ ഒരു തിണേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എലോപ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ഏരിയയിൽ അദ്ദേഹം കുറിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട ഫീച്ചേഴ്സാണ് പറയുക. അവിടെ നിന്ന് ഫ്ലവർ പറയണമെങ്കിൽ കുറിഞ്ഞിയായിരിക്കും പറയുക. ഇവരുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ആ ഒരു ലാൻഡ്സ്കേപ്പിലായിരിക്കും. കുറിഞ്ഞി എന്ന് പറയുന്നത് മൗണ്ടെയിനുള്ള ലാൻഡ്സ്കേപ്പായിരിക്കും. അതിൻ്റെ സമയം എന്ന് പറയുന്നത് മിഡ് നൈറ്റാണ്. അപ്പോൾ രാത്രിയായിരിക്കും ഇവർ ഒളിച്ചോടുന്നത്. അപ്പോഴുള്ള സീസൺ എന്താണ്? വിൻ്ററാണ്. ഇങ്ങനെ ഓരോ സീസണിലും നമുക്ക് ആ ഒരു മൂഡ് കാണാൻ പറ്റും. മുല്ലൈ ആണെങ്കിൽ അത് ഈവനിങ് ടൈമായിരിക്കും, അല്ലെങ്കിൽ ലേറ്റ് സമ്മർ ആയിരിക്കും. അതുപോലെ മരുതാണെങ്കിൽ ബിഫോർ സൺറൈസ് ആയിരിക്കും, ലേറ്റ് സ്പ്രിങ് ആയിരിക്കും. നെയ്തലാണെങ്കിൽ സൺസെറ്റ് ആയിരിക്കും, ഏർലി സമ്മർ ആയിരിക്കും. പാലയാണെങ്കിൽ നൂണായിരിക്കും, സമ്മർ ആയിരിക്കും.
ഇതിൽ ഓർത്ത് വെക്കാൻ ടൈമും സീസണും ഓർത്ത് വെക്കാനൊരു ട്രിക്ക് ഉണ്ട്. മിഡ് നൈറ്റിലാണല്ലോ കൂടുതൽ തണുപ്പുണ്ടാവുക. അപ്പോൾ അതിൻ്റെ സീസണ് വിൻ്റർ ഓർ കൂൾ സീസണാണ്. നൂൺ ടൈമിലാണ് ഏറ്റവും ചൂടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ സീസൺ എന്താണ്? സമ്മറാണ്. പാലൈ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അരിഡായിട്ടുള്ള ഡെസേർട്ട് പോലത്തെ ഏരിയാസാണ്. അപ്പോൾ നമുക്കിതെല്ലാം കണക്ട് ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ നമ്മൾ പറഞ്ഞു കുറിഞ്ഞിൽ മിഡ് നൈറ്റാണ്, വിൻ്ററാണ്. അപ്പം മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് തണുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. മൗണ്ടെയ്ൻ നമ്മൾ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് തണുപ്പ് കൂടും. 5 തിണകളുമായിട്ട് ബന്ധപ്പെട്ട് 5 ദൈവങ്ങളെ പറയുന്നുണ്ട്. കുറിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട ദൈവമാണ് സേയോൺ. സേയോൺ എന്ന് പറയുന്നത് തമിഴിലുള്ള പേരാണ്. ഇത് ഹിന്ദു മിത്തോളജിയിൽ കാർത്തികേയ. മുല്ലയായിട്ട് ബന്ധപ്പെട്ടതാണ് മായോൺ. മുല്ലൈ മായോൺ രണ്ടും എം ആണ്. മായോൺ എന്ന് പറയുന്നത് വിഷ്ണുവാണ്. മരുതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വേണ്ടൻ. വേണ്ടൻ എന്ന് പറയുന്നത് ഇന്ദ്ര. നെയ്തലുമായിട്ട് ബന്ധപ്പെട്ടതാണ് കടലോൻ എന്ന് പറയുന്നത് വരുണ. നെയ്തൽ നമ്മൾ പറഞ്ഞു കോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അപ്പോൾ കടൽ, അപ്പോൾ വരുണ. പാലയായിട്ട് ബന്ധപ്പെട്ടതാണ് കൊട്രവേ എന്ന് പറയുന്നത് എന്താണ്? ഒരു വാർ ഗോഡസ് ആണ്. നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മൂഡ് എന്താണ്? ഡേഞ്ചറസ് ജേർണി ബൈ ദ ഹീറോയാണ്. അപ്പം ഡേഞ്ചറസ് ആയിട്ടുള്ള ജേർണി ആയതുകൊണ്ട് വാർ ഗോഡസ് കൊട്രവേ ഓർത്ത് വെക്കാൻ സുഖമാണ്. ഓരോ തീംസും മൂഡ്സും എക്സ്പ്ലെയിൻ ചെയ്യുമ്പം പോയറ്റ്സ് സ്പെസിഫിക് ആയിട്ടുള്ള ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ആനിമൽസിൻ്റെ പേര് കേട്ടാൽ നമ്മൾ മനസ്സിലാവും ഏത് തിണയായിട്ട് ബന്ധപ്പെട്ടതാണ്. കുറിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട ആനിമൽസാണ് മങ്കി, എലഫൻറ്റ്, ഹോഴ്സ്, ബുൾ, ടൈഗർ. ഇതിൽ നമുക്ക് ഓർത്ത് വെക്കാം കുറിഞ്ഞ് മലയോര പ്രദേശങ്ങളിലുള്ള ആനിമൽസാണെന്ന്. മങ്കി നമ്മൾ മലകളിൽ പോകുമ്പോൾ കാണും. അതുപോലെ ടൈഗർ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സ്റ്റിൽ നമുക്ക് ഓർത്ത് വെക്കാം. മങ്കി, എലഫൻറ്റും ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് വരുന്നത് മുല്ലയായിട്ട് ബന്ധപ്പെട്ട ആനിമലാണ്. മുല്ല എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ ഫോറസ്റ്റ് ആണ് അല്ലെങ്കിൽ പാസ്ചറാണ്. പാസ്ചർ എന്ന് പറയുന്നത് എന്താണ്? നല്ലോണം പുല്ലുള്ള സ്ഥലമാണ്. അപ്പോൾ പുല്ല് കഴിക്കുന്ന ജീവി ഏതാണ്? ഡീർ. അപ്പം മുല്ലയായിട്ട് ബന്ധപ്പെട്ട ആനിമൽ ഏതാണ്? മാനാണ്. നെക്സ്റ്റ് വരുന്നത് മരുതം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഏരിയ ആണ്. ഇവിടെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ എന്തിനാ വളർത്തൽ? ബഫലോനെ വളർത്തൽ. പിന്നെ അതുപോലെ ഫ്രഷ് വാട്ടർ ഫിഷൊക്കെ അഗ്രികൾച്ചറുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം വാട്ടർ ബഫലോയും ഫ്രഷ് വാട്ടർ ഫിഷുമാണ് മരുതവുമായിട്ട് ബന്ധപ്പെട്ട ആനിമൽസ്. നെക്സ്റ്റ് നെയ്തൽ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റൽ ഏരിയ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ആനിമൽസ് എന്തായിരിക്കും? വാട്ടർ റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ക്രോക്കഡൈലും ഷാർക്കുമാണ് നെയ്തലിൻ്റെ ആനിമൽസ്. പാലൈ എന്ന് പറയുന്നത് എന്താണ്? ഡെസേർട്ടായിട്ടുള്ള അരിഡായിട്ടുള്ള വേസ്റ്റ് ലാൻഡാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആനിമൽസ് കുറച്ച് അഗ്രസീവാണ്. നമ്മൾ പറഞ്ഞു ഇതുമായിട്ട് ഗോഡസ് വാർ ഗോഡസ്സാണ്. അതുപോലെ ഹീറോൻ്റെ ജേർണി എന്താണ്? ഡേഞ്ചറസ് ആയിട്ടുള്ള ജേർണിയാണ്. അപ്പോൾ ടൈഗർ, വോൾഫ്, അതുപോലെ എലഫൻ്റൊക്കെയാണ് പാലയായിട്ട് ബന്ധപ്പെട്ട ആനിമൽസ്. കുറിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട ക്രോപ്പ് ആൻഡ് പ്ലാന്റ് ആണ് ജാക്ക് ഫ്രൂട്ട്, ബാംബു, വെങ്കൈ. ഇത് മൂന്നും നമ്മൾക്ക് ഈ ഒരു മലപ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്ന പ്ലാന്റ്സ് ആണ്. മുല്ലയായിട്ട് ബന്ധപ്പെട്ട പ്ലാന്റാണ് കൊൻട്രൈ എന്ന് പറയുന്നത് എന്താണ്? കണിക്കൊന്നയാണ്. മരുതം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ലാൻഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഡിബിൾ ആയിട്ടുള്ള ഫ്രൂട്ടായിട്ടുള്ള മാംഗോയാണ്. നെയ്തലിലുള്ള പ്ലാന്റ് ഒരു കോസ്റ്റൽ പ്ലാന്റ് ആയിട്ടുള്ള പുന്നൈ എന്ന പ്ലാന്റാണ്. പാലൈ നമ്മൾ പറഞ്ഞു ഡെസേർട്ടായിട്ടുള്ള ഡ്രൈ ഏരിയ ആണ്. അപ്പോൾ അവിടെയുള്ളത് കാക്ടസ്. സോയിൽ ടൈപ്പ് നമുക്ക് ഈ ഒരു ജോഗ്രഫി വെച്ച് നോക്കിയാൽ സിമ്പിളായിട്ട് ഓർത്ത് വെക്കാം. കുറിഞ്ഞിൽ കാണുന്ന സോയിൽ റെഡ് ആൻഡ് ബ്ലാക്ക് സോയിൽ വിത്ത് സ്റ്റോൺസ് ആൻഡ് പെപ്പേഴ്സ്. ഈ മലയോര പ്രദേശങ്ങളിൽ നമ്മൾ ഈ ചെറിയ കാട്ടരുവികളും അതൊക്കെ ഉള്ളതുകൊണ്ട് നല്ലോണം പെബിൾസും പിന്നെ അതുപോലെ മിക്സ് ആയിട്ടുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് സോയിലുമാണ് കാണാറുള്ളത്. മുല്ലൈ റീജിയനിലുള്ളത് റെഡ് സോയിലാണ്. മരുതം റീജിയനിലുള്ളത് എന്താണ്? അഗ്രികൾച്ചർ നടക്കുന്നതുകൊണ്ട് അല്ലൂവിയൽ സോയിലാണ്. നെയ്തലിലുള്ളത് സാൻഡിയാണ്. കാരണം കോസ്റ്റൽ റീജിയനാണ്. കോസ്റ്റൽ റീജിയൻ എന്ന് പറയുമ്പം കടൽ തീരങ്ങളാണ്. അവിടെ എന്താണ് ഉണ്ടാവുക? മണലാണ്. അപ്പോൾ അവിടെയുള്ള സോയിൽ സാൻഡിയാണ്. പ്ലസ് സലൈൻ സോയിലാണ്, ഉപ്പുരസമുള്ള സോയിലാണ്. പാലൈ റീജിയണിൽ നമ്മൾ പറഞ്ഞു ഡെസേർട്ട് ആയിട്ടുള്ളൊരു സെറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളത് എന്തല്ല? ഈ ഫാമിങ്ങിനോ അഗ്രികൾച്ചറിനൊന്നും സ്യൂട്ടബിൾ ആയിട്ടുള്ള മണ്ണല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളത് സാൾട്ട് എഫക്റ്റഡ് ആയിട്ടുള്ള സോയിലാണ്. ഓരോ റീജിയനും സ്പെസിഫിക് ആയിട്ട് വാട്ടർ ബോഡീസ് പറയുന്നുണ്ട്.
കുറിഞ്ഞി എന്ന് പറയുന്നത് മലയോര പ്രദേശമായതുകൊണ്ട് അവിടെ എന്താണുള്ളത്, വാട്ടർ ഫോൾസ് ആണുള്ളത്. മുല്ലൈ എന്ന് പറയുന്നത് പാസ്ചറൽ ഏരിയ ആണ്, അത് കുറച്ച് പരന്ന് കിടക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അവിടെ റിവേഴ്സ് ആണുള്ളത്. മരുതം അഗ്രികൾച്ചറൽ ഏരിയ ആയതുകൊണ്ട് അവർക്ക് എന്താക്കണം, വെള്ളം സൂക്ഷിക്കണം, അതായത് കളക്ട് ചെയ്ത് വെക്കണം, അതുകൊണ്ട് അവിടെ ഉള്ളത് പോണ്ടാണ്. നെയ്തൽ ഏരിയയിലുള്ളത് കടലാണ്, ദാറ്റ്സ് ഒബ്വിയസ്. പിന്നെ കടലിൻ്റെ കൂടെ എന്തുണ്ട്, കിണറുണ്ട്. അവർക്ക് ശുദ്ധജലം വേണമെങ്കിൽ എന്ത് വേണം, കിണർ വേണം. പാലി ഏരിയയിൽ വെള്ളത്തിന് ഭയങ്കര സ്കേഴ്സിറ്റിയാണ്, കാരണം ഡ്രൈ ഡെസേർട്ട് ഏരിയ ആണല്ലോ, പ്ലസ് ഡ്രൈ വെൽസും ഉണ്ട്. ഓരോ റീജിയനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒക്കുപ്പേഷൻസ് ആയിരുന്നു ഇവർ പ്രാക്ടീസ് ചെയ്തിരുന്നത്. കുറിഞ്ഞി റീജിയൻ, അതായത് മലയോര പ്രദേശം, ഹണ്ടിങ്, ഗ്യാതറിങ് ഓഫ് ഹണി, അങ്ങനെയുള്ള ജോലികൾ. മുല്ലൈ റീജിയൻ എന്താണ്, പാസ്ചറലാണ്, അവിടെ ആനിമൽ ഹസ്ബൻഡറി ആയിരിക്കും ഒബ്വിയസ്ലി. മറ്റൊന്ന് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. മരുതം റീജിയന് അഗ്രികൾച്ചറൽ ഏരിയ ആണ്, അതുകൊണ്ട് അഗ്രികൾച്ചർ. നെയ്തൽ റീജിയനിൽ ഫിഷിങ്, കോസ്റ്റൽ ട്രേഡ്, സാൾട്ട് മാനുഫാക്ചറിങ് പോലത്തെ ആക്ടിവിറ്റീസ്. പാലി ഏരിയയിൽ ആണ് മെയിനായിട്ട് കോൺഫ്ലിക്ട്സ് ഒക്കെ നടക്കുന്നത്, കാരണം ഇവിടെ ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ്, പ്ലസ് അതിലൂടെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് പ്രധാനപ്പെട്ട വാരിയർ ആക്ടിവിറ്റീസ്, വാരിയർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വാർ ഗോഡസ് ഒക്കെ. സംഘകൃതികളുടെ കമ്പൈലേഷനും റൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 3 ഗ്യാതറിങ്സ് ഉണ്ടായിരുന്നു. അത് അറിയപ്പെടുന്നത് 3 സംഗംസ് എന്നാണ്. ഒന്നാമത്തെ സംഘം ദൈവങ്ങളും മിത്തിക്കൽ സേജസൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്ന് പറയുന്നൊരു മിത്തിക്കലായിട്ടുള്ളൊരു സംഘമാണ്. ഇതാണ് ഫസ്റ്റ് സംഘം. ഇത് നടക്കുന്നത് മധുരയിൽ വെച്ചിട്ടാണ്. ഇത് ഹോസ്റ്റ് ചെയ്യുന്ന കിങ്ഡം പാണ്ഡ്യ കിങ്സ് ആണ്. ലെജൻഡ്സും മിത്സൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന സോഴ്സുകൾ, അതുകൊണ്ട് തന്നെ ഇതിലുള്ള വർക്ക്സ് ഒന്നും അവൈലബിൾ അല്ല. ഇതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് പറയുന്നത് സിദ്ധർ അഗസ്ത്യർ. രണ്ടാമത്തെ സംഘം നടക്കുന്നത് കപടപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. ഇതിൻ്റെ ചെയർ തൊൽക്കാപ്പിയാർ എന്ന് പറയുന്ന തമിഴ് കവിയാണ്. ഈ ഒരു പീരീഡിൽ എഴുതപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ തൊൽക്കാപ്യം. ഇതാണ് ഈ ഒരു സെക്കൻഡ് സംഘത്തിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന ഏക കൃതി. ഇതും ഹോസ്റ്റ് ചെയ്യുന്നത് പാണ്ഡ്യ കിങ്സാണ്. പാണ്ഡ്യ കിങ്സാണ് 3 ഈ ഒരു സംഘംസും ഹോസ്റ്റ് ചെയ്യുന്നത്. തേർഡ് സംഘവും നടക്കുന്നത് മധുരയിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ ഹോസ്റ്റായിട്ടുള്ളത് പാണ്ഡ്യ കിങ്സാണ്. നക്കിരാറിൻ്റെ ലീഡർഷിപ്പിലാണ് ഇത് നടക്കുന്നത്. ഇവിടെ നിന്നുള്ള കുറേ കൃതികൾ സർവൈവ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് എട്ടുതുകൈ, അതുപോലെ 10 പാട്ട്, ഇതൊക്കെ ഈ ഒരു പീരീഡിൽ വരുന്ന കൃതികളാണ്. സംഘം പോയിംസിനെ അതിൻ്റെ കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ട് അകം പുറം എന്ന 2ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. അകം പോയംസ് പൊതുവെ ഹൗസ് ഹോൾഡുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ഇമോഷൻസ്, ഫീലിങ്സ്, സെൻറ്റിമെൻറ്റ്സ്, സ്നേഹം, ലവ്, സെക്ഷൽ റിലേഷൻസ്, വേർഷിപ്പ് തുടങ്ങിയ ടോപ്പിക്സിനെ കുറിച്ചാണ്. അതിൻ്റെ നേരെ തിരിച്ച് പുറം എന്ന് പറയുന്നത് വീടിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അകം വീടിൻ്റെ അകത്ത്, പുറം വീടിൻ്റെ പുറത്ത് ഓർത്താൽ മതി. വാർ, പബ്ലിക് ലൈഫ്, അതുപോലെ ഹീറോയിക് അച്ചീവ്മെൻറ്റ്, കസ്റ്റം, സോഷ്യൽ ലൈഫ്, എത്തിക്സ്, കിങ്ഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് പുറം പോയട്രീൻ്റെ കീഴിൽ വരുന്നത്. അകം സോങ്സിൽ 3 ടൈപ്പ് ഓഫ് ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഐതിണി, ഇത് മ്യൂച്വൽ ലവാണ്. മറ്റൊന്ന് കൈക്കിളി, 1 സൈഡഡ് ലവ്, ഒരാൾക്ക് മാത്രമാണ് ഇഷ്ടമുള്ളത്. മറ്റൊന്ന് പെരുന്തിണി, അത് അൺസ്യൂട്ടഡ് ലവാണ്, അത് ആക്സെപ്റ്റബിൾ അല്ലാത്ത റിലേഷനാണ്. പുറം പോയംസുമായിട്ട് ബന്ധപ്പെട്ടത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള തീംസാണ്. ഇതിൽ കാറ്റിൽ റെയ്ഡ്, ഇൻവേഷൻ, വാർ പ്രിപ്പറേഷൻ, ട്രാജഡി, സീജ്, ഫൈറ്റ്, വിക്ടറി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. 4ൽ 3 ഭാഗവും അകം ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കവിതകളാണ്. അതുകൊണ്ട് അകം സോങ്സാണ് ഏറ്റവും കൂടുതലുള്ളത്. 4ൽ 1 ഭാഗം കവിതകൾ മാത്രമാണ് പുറവുമായിട്ട് ബന്ധപ്പെട്ടത്. അകം സോങ്സിൽ നമുക്ക് ഇമേജറി, മെറ്റഫേഴ്സൊക്കെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള 5 തിണകളും അതിൻ്റെ മൂഡൊക്കെ പ്രധാനമായിട്ടും വരുന്നത് അകം സോങ്സിലാണ്. പക്ഷേ ഇതിൽ നമുക്ക് ആളുകളുടെ പേരോ അല്ലെങ്കിൽ ഇത് നടക്കുന്ന സ്ഥലമോ ഒന്നും മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കില്ല. നേരെ തിരിച്ച് പുറം പോയട്രീസ് കുറച്ചുകൂടി സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അതായത് ഇത് നടക്കുന്ന സ്ഥലം, ആളുകളുടെ പേരുകളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് സിറ്റീസിനെ കുറിച്ചും അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ആ സമയത്തുണ്ടായിരുന്ന രാജാവിനെ കുറിച്ചൊക്കെ ഇൻഫർമേഷൻസ് ലഭിക്കുന്നുണ്ട്. അകം പോയംസ് നമ്മൾ പറഞ്ഞു വീടിൻ്റെ അകത്തളമായിട്ട് ബന്ധപ്പെട്ട പോയംസാണ്.
ഇൻസൈഡ് പോയംസ് ആണ്. അപ്പോൾ അത് പ്രധാനമായിട്ടും വിമൺ ഡൊമിനേറ്റഡ് ആയിരുന്നു. പുറം സോങ്സ് എന്ന് പറയുന്നത് സോഷ്യൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് പ്രധാനമായിട്ടും മെയിൽ ഡൊമിനേറ്റഡ് ആയിരുന്നു. തമിഴ് കൃതികളിൽ ഏറ്റവും പഴക്കം ചെന്ന കൃതിയാണ് തൊൽക്കാപ്പിയം. തൊൽക്കാപ്പിയം ഒരു തമിഴ് ഗ്രാമറും പോയറ്റിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കൃതിയാണ്. ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ തൊൽക്കാപ്പിയം എന്ന കൃതി എഴുതിയിട്ടുള്ളത് തൊൽക്കാപ്പിയാറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് സംഘമായിട്ട് ബന്ധപ്പെട്ടതാണ് തൊൽക്കാപ്പിയാർ. ഈ ഒരു കൃതിയിൽ സംസ്കൃതത്തിൻ്റെ ഇൻഫ്ലുവൻസും എഫക്റ്റും വളരെ കുറവാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഫസ്റ്റായിട്ട് കേൾക്കുന്നത്, ആദ്യമായിട്ട് ഇതിനെ മെൻഷൻ ചെയ്തിട്ടായിട്ട് അറിയുന്നത് ഇറയനാറിൻ്റെ അകപ്പൊരുൾ എന്ന കൃതിയിലാണ്. അതിൽ അയാൾ പറയുന്നത് ഇത് തമിഴ് ഗ്രാമറിൻ്റെ ഒരു അതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് ആണെന്നാണ്. തൊൽക്കാപ്പിയത്തിൻ്റെ കണ്ടൻസിനെ 3 സെക്ഷൻസായിട്ട് തിരിക്കുന്നുണ്ട്. ഓരോ സെക്ഷനിലും 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 3 സെക്ഷൻസിൻ്റെ പേരാണ് താഴത്ത് ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് എഴുത്തധികാരം. എഴുത്ത് എന്ന് പറയുന്നത് നമുക്ക് പറയാം എഴുത്ത് അധികാരം, എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇത് ഡീൽ ചെയ്യുന്നത് സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്, തമിഴ് ലാംഗ്വേജിലെ സൗണ്ടുകൾ. രണ്ടാമത്തത് പൊരുളധികാരം. പൊരുൾ എന്ന് പറഞ്ഞാൽ മീനിങ് ആണ്. അപ്പോൾ ഇത് ഡീൽ ചെയ്യുന്നത് തമിഴിലുള്ള ലാംഗ്വേജിലുള്ള വേർഡ്സിൻ്റെ മീനിങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മറ്റേത് സീതലൈ അധികാരം. ഇത് പോയറ്റിക്സ്, അതായത് കാവ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് വർക്ക്സ് ആണ് എട്ടുതൊകൈ. എട്ടുതൊകൈ എന്ന പദത്തിൻ്റെ അർത്ഥം 8 ആന്തോളജീസ്. ഇതിൽ 8 ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക്സ് അടങ്ങുന്നുണ്ട്. മൊത്തം എത്ര പോയംസ് ഉണ്ട്? 1000 പോയംസ് ഇതിലുണ്ട്. എട്ടുതൊകയിലുള്ള 8 വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നற்றிணை, കുറുന്തൊകை, ഐക്കുറുനൂറ്, പതിറ്റുപത്ത്, പരിപാടൽ, കളിത്തൊകൈ, അകനാന്നൂറ്, പുറനാന്നൂറ്. ഈ 8 കൃതികളും ഇതുപോലെ ഓർത്ത് വെക്കാനും കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നമുക്കിതൊരു കോഡായിട്ട് ഓർത്ത് വെക്കാം. നാട്ടിലുള്ള കള്ളൻകുറുപ്പന് 10 മണിക്ക് കഥകളിയുടെ പ്രോഗ്രാം വെച്ചു. അങ്ങനെ പരിപാടി കഴിഞ്ഞ് കഥകളിയുടെ ആർട്ടിസ്റ്റ് 100 രൂപ ചോദിച്ചപ്പോൾ കുറുപ്പിനെ നോക്കിയിട്ട് അകത്തും കാണാനില്ല പുറത്തും കാണാനില്ല. ഇതൊരു കഥ പോലെ പഠിച്ചു വെച്ചാൽ മതി. നാട്ടിലെ കുറുപ്പൻ 10 മണിക്ക് കഥകളി വെച്ചു. പരിപാടി കഴിഞ്ഞ് 100 രൂപ ചോദിച്ചപ്പോൾ കുറുപ്പിനെ അകത്തും കാണാനില്ല പുറത്തും കാണാനില്ല. നാട്ടിലെ എന്ന് പറയുന്നത് നற்றிணை, കുറുപ്പൻ എന്ന് പറയുന്നത് കുറുന്തൊകൈ, 10 മണി എന്ന് പറയുന്നത് പതിറ്റുപത്ത്, കഥകളി കളിത്തൊകൈ, പരിപാടി പരിപാടൽ, 100 ഐക്കുറുനൂറ്, അകത്തും പുറത്തും, അകനാന്നൂറ് പുറനാന്നൂറ്. എട്ടുതൊകയിലുള്ള ഫസ്റ്റ് ആന്തോളജിയാണ് നற்றிணை. നற்றிணை എന്ന് പറയുന്നത് അകം സോങ്സും പുറം സോങ്സും രണ്ടും അടങ്ങുന്ന ഒരു വർക്കാണ്. ഈ ഒരു വർക്കിൽ 400 പോയംസ് അടങ്ങിയിട്ടുണ്ട്. ചില ചരിത്രകാരന്മാരും ഈ ഒരു നற்றிணைയുടെ ഡേറ്റ് പറയുന്നത് 100 to 300 CE ആണ്. മറ്റ് ചിലർ പറയുന്നത് 1st century BC ആണ്. 175 ആൻഷ്യൻ പോയിറ്റ്സ് കൂടിയിട്ടാണ് നற்றிணை എഴുതിയെന്നാണ് ട്രഡീഷണലായിട്ട് പറയാറുള്ളത്. ഇത് എഴുതിയിട്ടുള്ളത് പാട്രൺ കിങ്ങിന് വേണ്ടിയിട്ടാണ്. പാട്രൺ കിങ് എന്ന് പറയുന്നത് ഒരു പാണ്ഡ്യൻ കിങ്ങാണ്. കിങ്ങിൻ്റെ പേരാണ് പന്നതു താന്ത പാണ്ഡ്യൻ മാരൻ വലുതി. ഈ ഒരു കൃതിയിൽ കുറച്ച് സാൻസ്ക്രിത് ലോൺ വേർഡ്സ് നമുക്ക് കാണാം. അതുപോലെ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട 53 ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റെഫറൻസസും കാണാം. നற்றிணைയിൽ കണ്ണകിയുടെ സ്റ്റോറി മെൻഷൻ ചെയ്യുന്നുണ്ട്. കണ്ണകിയുടെ സ്റ്റോറി തമിഴ് ലിറ്ററേച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. കണ്ണകിയുടെ സ്റ്റോറി നമുക്ക് ചിലപ്പതികാരം പഠിക്കുമ്പോൾ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് കണ്ണകിയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കാം. കണ്ണകിയും കണ്ണകിയുടെ ഹസ്ബൻഡ് കോവളനും പൂഹാർ എന്ന് പറയുന്ന ഒരു പോർട്ട് സിറ്റിയിലുള്ള ആളുകളായിരുന്നു. ഇവിടെയുള്ളൊരു ഷിപ്പ് ക്യാപ്റ്റൻ മെർച്ചൻറ്റിൻ്റെ മകളായിരുന്നു കണ്ണകി. അങ്ങനെ ലേറ്റർ കോവളൻ മാധവി എന്നൊരു ഡാൻസറിൻ്റെ കൂടെ അഫെയറായി. അങ്ങനെ കണ്ണകീനെ ചീറ്റ് ചെയ്തു. പക്ഷേ ലാസ്റ്റിൽ മാധവി ഇയാളുടെ വെൽത്തും എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്ത് ലേറ്ററാണ് ഇയാൾക്ക് റിയലൈസേഷൻ ആവുന്നത്. അങ്ങനെ അയാളുടെ മിസ്റ്റേക്ക് റിയലൈസ് ചെയ്തിട്ട് അയാൾ തിരിച്ച് കണ്ണകിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഇയാളുടെ കയ്യിലുള്ള വെൽത്തൊന്നുമില്ല, ഇയാൾ ഭയങ്കര പുവറായിട്ടുണ്ട്. അങ്ങനെ ഇവർ കുഴപ്പമില്ല, മധുരയിൽ പോയിട്ട് ട്രേഡൊക്കെ നടത്തിയിട്ടൊന്ന് റീസ്റ്റാർട്ട് ആവാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ കണ്ണകിയുടെ കയ്യിലൊരു പാദസരം ആംഗ്ലറ്റ്. അതവർ സെല് ചെയ്യാൻ തീരുമാനിച്ചു. കോവളൻ ഈ ഒരു ആംഗ്ലറ്റ് വിൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇത് രാജ്ഞിയുടെ ആംഗ്ലറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അയാളെ ബിഹെഡ് ചെയ്തു, അതായത് എക്സിക്യൂട്ട് ചെയ്തു.
അങ്ങനെ കണ്ണകി രാജാവിൻ്റെ കോർട്ടിൽ വന്നിട്ട് അവളുടെ ആംഗ്ലറ്റ് വാങ്ങിയിട്ട് അത് പൊട്ടിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് റൂബീസ് ആയിരുന്നു. ക്വീൻ്റെ ആംഗ്ലറ്റിൻ്റെ ഉള്ളിലുള്ളത് പേൾസ് ആയിരുന്നു. അങ്ങനെ രാജാവിന് ലാസ്റ്റിൽ മനസ്സിലായി, അയാൾ ചെയ്ത തെറ്റ് മനസ്സിലായി. അങ്ങനെ അയാൾ സൂയിസൈഡ് ചെയ്തു, രാജാവ് സൂയിസൈഡ് ചെയ്തു. അങ്ങനെ കണ്ണകി കേഴ്സ് ചെയ്തിട്ട് എൻറ്റയർ സിറ്റീനെ കത്തിച്ച് കളഞ്ഞു. അങ്ങനെ ലാസ്റ്റിൽ ദൈവങ്ങളൊക്കെ ഇടപെട്ടിട്ടാണ് കണ്ണകി ഒന്ന് അടങ്ങുന്നതും പിന്നെ ഇന്ദ്രൻ്റെ കൂടെ ദേവലോകത്തേക്ക് പോകുന്നതൊക്കെ ആയിട്ടാണ് കഥ അവസാനിക്കുന്നത്. എട്ടുതൊകയിൽ ട്രഡീഷണലി സെക്കൻഡായിട്ട് പറയുന്ന വർക്കാണ് കുറുന്തൊകൈ. കുറുന്തൊകൈ എന്ന പദത്തിൻ്റെ അർത്ഥം ഷോർട്ട് കളക്ഷൻ എന്നാണ്. ഇതിലുള്ളത് പ്രധാനമായിട്ടും അകം പോയംസാണ്. അകം എന്ന് പറയുന്നത് ലവുമായിട്ട് ബന്ധപ്പെട്ട പോയംസ്. ഇത് എഴുതിയിട്ടുള്ളത് 205 ആൻഷ്യൻ പോയറ്റ്സാണ്. ഇതിലുള്ള 30 പോയിൻറ്റ്സിൻ്റെ പേര് നോക്കുമ്പോൾ അവരുടെ ഒറിജിൻ നോർത്ത് ഇന്ത്യൻ ആണെന്നാണ് കാമിൽ ജ്വലേബിൽ എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ പറയുന്നത്. ഇതിൽ കുറേ സാൻസ്ക്രിറ്റ് ലോൺ വേർഡ്സും നമുക്ക് കാണാം. ഇരുവർ എന്ന സിനിമയിൽ കാണുന്ന താഴെ കൊടുത്തിട്ടുള്ള പാട്ട് കുറുന്തൊകയിൽ നിന്ന് എടുത്തതാണ്. പതിറ്റുപത്ത്. പതിറ്റുപത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം 10 ടെൻസ്, 10 പത്തുകൾ. ഇത് പുറമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളാണ്, അതായത് വാറും പബ്ലിക് ലൈഫും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പോയംസ്. ചേര കിങ്സുമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണ് പതിറ്റുപത്തിലുള്ള പാട്ടുകൾ. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ദൈവം മായോനാണ്. മായോൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിഷ്ണുവാണ്. മായോൻ, പെരുമാൾ, വിഷ്ണു എന്നൊക്കെ പറയുന്നത് ഒരാളെയാണ്. ഒറിജിനലി പതിറ്റുപത്ത് എന്ന പേര് പറയുന്ന പോലെ തന്നെ 10 സെക്ഷനായിട്ട് 10 പാട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെക്ഷൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കുറേ പുരുഷന്മാരും ഒരു ഫീമെയിൽ പോയറ്റും കൂടിയാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. വിഷ്ണു, ശിവ, മുരുകൻ, കൊറവൈ തുടങ്ങിയ ദൈവങ്ങളെയും അതുപോലെ വാരിയേഴ്സിനെയും കിങ്സിനെയൊക്കെ ഇവർ വേർഷിപ്പ് ചെയ്തതായിട്ട് ഈ ഒരു വർക്കിൽ പറയുന്നുണ്ട്. പതിറ്റുപത്ത് എന്ന വർക്കിൻ്റെ ഓർഗനൈസേഷന് ഓരോ ഡീക്കേഡ്സ് ആയിട്ടാണ്. ഓരോ ഡീക്കേഡ്സിൽ ഓരോ ചേര കിങ്സിനെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ 10 ഡീക്കേഡ്സ് ഈ ഒരു വർക്കിൽ കവർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10, നാലാമത്തെ 10, അഞ്ചാമത്തെ 10 ഇത് ഇമയവർമ്മൻ ഡൈനാസ്റ്റിയെക്കുറിച്ചാണ്. ആറാമത്തെ 10, ഏഴാമത്തെ 10, എട്ടാമത്തെ 10 ഇത് ഇരുമ്പൊറൈ ഡൈനാസ്റ്റിയെക്കുറിച്ചാണ്. 8 പത്തുകളും തീരുന്നത് ഓരോ പടികം കൊണ്ടാണ്. പടികം എന്ന് പറയുന്നത് ആ ഒരു ഡീക്കേഡിനെ കുറിച്ചുള്ള സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ. പടികങ്ങൾ ലേറ്റർ ഫേസിൽ ആണ് ആഡ് ചെയ്യുന്നത്. കളിത്തുക എന്ന കൃതി കളി മീറ്ററിൽ വരുന്ന ഒരു കൃതിയാണ്. പൊതുവേ നമ്മൾ ഈ ഒരു സംഘം ലിറ്ററേച്ചറിൽ പോയട്രിയിൽ കാണുന്നത് അകവൾ എന്ന് പറയുന്ന മീറ്ററിലുള്ള കവിതകളാണ്. എന്നാൽ ഇതിലുള്ളത് കളി മീറ്ററാണ്. ഇതിൻ്റെ പേര് തന്നെ നമുക്ക് കളിത്തുകയെന്ന് ഓർത്തു വെക്കാൻ സിമ്പിളാണ്. ഇത് അകം സോങ്സാണ്, അതായത് ഇൻറ്റേർണലായിട്ടുള്ള സ്നേഹവും പ്രണയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പോയംസാണ്. 150 പോയംസാണ് ഇതിലുള്ളത്. ചിലർ പറയുന്നത് 5 ഓതേഴ്സാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിലുള്ള 5 സെക്ഷൻസും ഓരോ സെപ്പറേറ്റ് ഓതേഴ്സാണ് എഴുതിയിട്ടുള്ളത്. 5 സെക്ഷൻസ് ഡിവൈഡ് ചെയ്യുന്നത് 5 തിണകളെ ബേസ് ചെയ്തിട്ടാണ്. പാലൈ സോങ്സ് എഴുതിയിട്ടുള്ളത് പെരും കടുങ്കോൺ എന്ന് പറയുന്ന റൈറ്ററാണ്. കപിലർ എന്ന് പറയുന്ന പോയറ്റാണ് കുറിഞ്ഞി പോയംസ് എഴുതിയിട്ടുള്ളത്. ഇളനാഗനാണ് മരുതം സോങ്സ് എഴുതുന്നത്. നല്ലൊരു തിരനാണ് മുല്ലൈ സോങ്സ് എഴുതുന്നത്. അതുപോലെ നെയ്തൽ സോങ്സ് എഴുതുന്നത് നല്ലതുവൻ. പലതും ഇംഗ്ലീഷിൽ എഴുതുന്നത് കൊണ്ട് ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയില്ല. ഈ ഒരു കൃതിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സാൻസ്ക്രിറ്റ് ലോൺ വേർഡ്സിനെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ പുരാണാസ്, എപ്പിക്സ്, അതുപോലെ സംസ്കൃതം ടെക്സ്റ്റിലൊക്കെയുള്ള പാൻ ഇന്ത്യൻ ലവ് ആൻഡ് മോറൽ ലെജൻഡ്സൊക്കെ നമുക്ക് ഈ ഒരു കളിന്തുകയിൽ കാണാൻ സാധിക്കും. പരിപാടൽ എഴുതിയിട്ടുള്ളത് പരിപാടൽ മീറ്റർ എന്ന് പറയുന്ന ഒരു പോയറ്റിക് സ്റ്റൈലിലാണ്, ഒരു മീറ്ററിലാണ്. തൊൽക്കാപ്പിയത്തിൽ പറയുന്നത് പരിപാടൽ അകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതായത് ലവ് പോയട്രിയാണ്. പ്രധാനമായിട്ടും ഇതിൽ വരുന്നത് ഭക്തിയാണ്, അതായത് റിലീജിയസ് ഡിവോഷൻ. മഹാവിഷ്ണുവും മുരുകനുമാണ് ഇതിലുള്ള പ്രീഡോമിനൻ്റ് ആയിട്ടുള്ള ഗോഡ്സ്. 8 തുകയിലുള്ള ഏറ്റവും റിലീജിയസ് ആയിട്ടുള്ള ടെക്സ്റ്റ് കൂടിയാണ് പരിപാടൽ. 13 പോയറ്റ്സ് എഴുതിയിട്ടുള്ള ഈ ഒരു കൃതിയിൽ ഒറിജിനലി 70 പോയംസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ 24 എണ്ണം മാത്രമേ നമുക്ക് സർവൈവ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളൂ. മറ്റ് സംഘം കൃതികളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം പരിപാടലിലുള്ള പോയംസ് വളരെ ലെങ്തിയാണ്. നെക്സ്റ്റ് ആന്തോളജിയാണ് ഐക്കുറു നൂറ്. ഐക്കുറു നൂറ് എന്ന് പറയുന്നത് 500 എന്നാണ് അർത്ഥം.
500 ഷോർട്ട് പോയംസ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഇത് നമ്മൾ 5 ഗ്രൂപ്പ്സായിട്ട് തിരിക്കുന്നുണ്ട്. തിണകൾ, അതായത് ലാൻഡ്സ്കേപ്സിൻ്റെ ബേസിസിലാണ് ഇതിനെയും ഡിവൈഡ് ചെയ്യുന്നത്. ഓരോ ലാൻഡ്സ്കേപ്പിനും 100 പോയംസ് ഉണ്ട്. അപ്പം 5 100 500 പോയംസ്. ഇതിൽ ഓരോ ലാൻഡ്സ്കേപ്പിൻ്റെയും ഓതേഴ്സ് ഡിഫറെൻ്റ് ആണ്. മരുതത്തിൻ്റെ എഴുതിയിട്ടുള്ളത് ഒരംപൊകിയാർ എന്ന് പറയുന്ന പോയറ്റാണ്. നെയ്തൽ പോയംസ് എഴുതിയിട്ടുള്ളത് അമ്മുവണാർ. കുറിഞ്ചി പോയംസ് എഴുതിയിട്ടുള്ളത് കപിലർ. ഒഡലാൻഡ്രയാർ എന്ന പോയറ്റാണ് പാലൈ കവിതകൾ എഴുതിയിട്ടുള്ളത്. പേയനാർ എന്ന് പറയുന്ന കവിയാണ് മുല്ലൈ പോയംസ് എഴുതിയിട്ടുള്ളത്. ഇതെല്ലാം അകം സോങ്സാണ്. നമുക്കറിയാം പൊതുവേ തിണൈ ലാൻഡ്സ്കേപ്പിലുള്ള പോയംസ് എന്തായിരിക്കും? അകം സോങ്സ് ആയിരിക്കും. സാധാരണ ഈ കൃതികളിൽ കാണുന്നത് ഒരു പാണ്ഡ്യൻ കിങ്ഡം ബേസ്ഡ് ആയിട്ടുള്ള കവിതകളാണ്. പക്ഷേ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചേര റീജിയനാണ്, അതായത് കേരള റീജിയൻ. നെക്സ്റ്റ് ആന്തോളജിയാണ് അകനാന്നൂറ്. അകനാന്നൂറ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് അകവുമായിട്ട് ബന്ധപ്പെട്ട പോയംസാണ്. ഇതിൽ 400 പോയംസ് ഉണ്ട്, അതായത് 400 പോയംസ് ഉണ്ട്. അകനാന്നൂറിൻ്റെ തന്നെ മറ്റൊരു പേരാണ് നെടുന്തൊകൈ. ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന ദൈവം ശിവനാണ്. ഈ ഒരു പോയത്തിൻ്റെ പ്രത്യേകത, ഇതിലൊരു മാത്തമാറ്റിക്കൽ അറേഞ്ച്മെൻറ്റ്, ഒരു മാത്തമാറ്റിക്കൽ ഓർഡറിലാണ് പോയംസ് വരുന്നത്. അകനാന്നൂറ് ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സ് കൂടിയാണ്. കാരണം മൗര്യൻ എംപയർ, നന്ദാസ്, ഗ്രീക്കോ റോമൻസ്, മുസിരിസ് തുടങ്ങിയ പല ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഉക്കിര പെരുവലുതി എന്ന് പറയുന്ന പാണ്ഡ്യൻ കിങ്ങിൻ്റെ പാട്രണേജിൽ ഉരുത്തിര ചന്മാൻ എന്ന് പറയുന്ന ആളാണ് അകനാന്നൂറ് കമ്പൈൽ ചെയ്യുന്നത്. അകനാന്നൂറിലുള്ള 70ാമത്തെ പോയത്തിൽ രാമായണത്തിനെക്കുറിച്ച് റെഫറൻസ് ഉണ്ട്. വിഷ്ണുവിൻ്റെ പല അവതാരങ്ങളായിട്ടുള്ള പരശുരാമ, രാമ, കൃഷ്ണ തുടങ്ങിയ ഡൈറ്റീസിനെക്കുറിച്ചും അകനാന്നൂറിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. കൃഷ്ണൻ ഗോപികമാരുടെ സാരി എടുക്കുന്ന സ്റ്റോറീസ് ഏർലിയസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന വൺ ഓഫ് ദി ടെക്സ്റ്റ് കൂടിയാണ് അകനാന്നൂറ്. അടുത്ത ആന്തോളജിയാണ് പുറനാന്നൂറ്. പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം പുറവുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പുറപ്പാട്ട് എന്നും വിളിക്കാറുണ്ട്. പുറനാന്നൂറിൻ്റെ മറ്റൊരു പേരാണ് പുറപ്പാട്ട്. ഇതിൽ എത്ര പാട്ടുകളാണുള്ളത്? 400 എന്നാണ് പേര്. അപ്പം 400 ഹീറോയിക് പോയംസ് ആണ് ഇതിലുള്ളത്. പ്രധാനമായിട്ടും പുറ ആയതുകൊണ്ട് കിങ്സ്, വാറ്, പബ്ലിക് ലൈഫ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. 400 പോയംസ് ഉള്ളതിൽ 2 കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആണ്. ബാക്കിയുള്ളത് ഫ്രാഗ്രൻസ് ഒക്കെ ആയിട്ട് നമുക്ക് സർവൈവ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. 157 പോയറ്റ്സാണ് പുറനാന്നൂറ് എഴുതിയിട്ടുള്ളത്. ഇതിൽ കുറഞ്ഞത് 10 പേര് സ്ത്രീകളായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നത് പുറനാന്നൂറിലുള്ള സൊസൈറ്റിയും തമിഴ് റീജിയണൊക്കെ ഇതിൽ പറയുന്നത് ആര്യൻ ഇൻഫ്ലുവൻസ് വരുന്നതിൻ്റെ മുന്നേയുള്ള വ്യൂ ആണ് എന്നാണ്. പുറനാന്നൂറിലുള്ള വേർഡ്സ്, ഫ്രേസസ്, മെറ്റഫേഴ്സൊക്കെ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ആൻഷ്യൻ തമിഴ് സൊസൈറ്റി ഇന്ത്യയിലുള്ള മറ്റു ഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിരുന്നൊരു സൊസൈറ്റി ആയിരുന്നു. ആൻഷ്യൻ തമിഴകത്തിൽ കുടി എന്നൊരു കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പുറനാന്നൂറിൽ പറയുന്നുണ്ട്. തമിഴ് ലിറ്ററേച്ചറിൽ രാമായണത്തിൻ്റെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് മെൻഷൻസും പുറനാന്നൂറിലാണ് വരുന്നത്. സീതനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന കഥ ഈ ഒരു പുറനാന്നൂറിൽ പറയുന്നുണ്ട്. 8 തുകയും നമുക്കിനി ഒരു ബ്രീഫായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഒന്നാമത്തെ കൃതി നற்றிണയാണ്. നற்றிണയിൽ അകവുണ്ട്, പുറമുണ്ട്. ഇതിലാണ് കണ്ണകിയുടെ സ്റ്റോറി പറയുന്നത്. രണ്ടാമത്തെ കൃതിയാണ് കുറുന്തൊകൈ. കുറുന്തൊകൈ എന്ന പദത്തിൻ്റെ അർത്ഥം ഷോർട്ട് കളക്ഷൻ എന്നാണ്. ഇത് ഒരു അകം കൃതിയാണ്. ഐക്കറനൂറ് എന്ന് പറയുന്നത് 500 എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിലുള്ളത് 500 ഷോർട്ട് പോയംസ് ആണ്. ഇത് അകം പോയംസ് ആണ്. ഇതിൽ 5 തിണൈസിലായിട്ട് 100 പോയംസ് ആണ്. ഓരോ തിണയിലും ഓരോ ചാപ്റ്ററായിട്ടും വരുന്നത്. ഇതിൽ ഓർത്തിരിക്കേണ്ടത് സാധാരണ പാണ്ഡ്യൻ കിങ്ഡം ബേസ്ഡ് ആയിട്ടാണ് ഈ പോയംസ് ഉള്ളത്. പക്ഷേ ഇതിൽ ചേരാസിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. പുറം സോങ്സിൽ വരുന്ന കൃതിയാണ് പതിറ്റുപത്ത്. പതിറ്റുപത്തിൻ്റെ മീനിങ് ആണ് 10 ടെൻസ്. ഇത് ചേര കിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. 10 പോയംസാണ് ഇതിലുള്ളത്. ഓരോ 10 ഡീക്കേഡ്സ് ആണ് ഓരോ ചാപ്റ്റർ ഉള്ളത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്? ഇമയവർമ്മൻ ഡൈനാസ്റ്റിയും ഇരുമ്പൊറൈ ഡൈനാസ്റ്റിയും. ഓരോ ചാപ്റ്ററിൻ്റെയും ലാസ്റ്റിലൊരു പടികമുണ്ട്. പടികത്തിൽ പറയുന്നത് സപ്ലിമെൻ്ററി ഇൻഫർമേഷനാണ്.
അകം തീമാണ് പരിപാടൽ എന്ന കൃതിക്കുള്ളത്. പരിപാടൽ മീറ്ററിൽ എഴുതിയിട്ടുള്ളതാണ്. ഇത് ഏറ്റവും റിലീജിയസ് ആയിട്ടുള്ള ടെക്സ്റ്റാണ്. പരിപാടലിലുള്ള കവിതകൾ വളരെ ലോങ് കൂടിയാണ്. കളി മീറ്ററിലുള്ളതാണ് കളിന്തൊകെ. കളിന്തൊകെ എന്താണ്? അകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിലും 5 തിണകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പോയംസാണുള്ളത്. പിന്നെ ഇതിലാണ് ഏറ്റവും കൂടുതൽ സംസ്കൃതത്തിലുള്ള ലോൺ വേർഡ്സ് കാണുന്നത്. മാത്തമാറ്റിക്കൽ കമ്പോസിഷൻ ഫോളോ ചെയ്യുന്ന അകവുമായിട്ട് ബന്ധപ്പെട്ട കൃതിയാണ് അകനാനൂറ്. ഇതിൽ 400 പോയംസാണുള്ളത്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ മാത്തമാറ്റിക്കൽ അറേഞ്ച്മെൻ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് മൗര്യൻ എംപയർ, നന്ദാസ്, ഗ്രീക്കോ റോമൻസ്, മുസിരിസ് പോലെയുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ എവിഡൻസസ് ഇതിൽ പറയുന്നുണ്ട്. കൃഷ്ണനും ഗോപികമാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട റെഫറൻസൊക്കെ വരുന്നത് അകനാനൂറിലാണ്. പുറം സോങ്സിൽ വരുന്നതാണ് പുറനാനൂറ്. പുറമായിട്ട് ബന്ധപ്പെട്ട 400 പാട്ടുകളാണ് ഇതിലുള്ളത്. ഇതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് പുറപ്പാട്ട്. കുടി എന്ന കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നതും സീതയെ കിഡ്നാപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നതും പുറനാനൂറിലാണ്. ബാക്കി കൃതികൾ പാർട്ട് 2ൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.